വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോണേ കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ആമിക്കുട്ടിയാണ് കേട്ടോ. കുറച്ച് പേരും കൂടി വേറെ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ചായ കുടിച്ചിട്ട് നമുക്ക് വീണ്ടും പോകാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. വെളുപ്പിന് 2 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ്. തൊടുപുഴ എത്തിയപ്പോഴേക്കും ഒരു ചായപ്രേമി എന്നുള്ളൊരു ചായക്കട കണ്ടേ. അവിടെ കയറി നല്ലൊരു കട്ടൻ കാപ്പിയും കുടിച്ച് വീണ്ടും യാത്രയായി. കോൾഡൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ പിന്നെ ആ കട്ടൻ കാപ്പിയും കുടിച്ച് ചെന്നപ്പോൾ നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് എൻ്റെ സൂര്യൻ്റെ ഷെയ്ഡൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. നല്ലൊരു തണുപ്പും നല്ല കാറ്റും ഒക്കെ വീശുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി പോയപ്പോൾ കണ്ടൊരു ഡാമിൻ്റെ സൈഡിൽ നിർത്തി അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്ത് ഭംഗിയാ നോക്കിക്കേടാ, നല്ല രസമുണ്ട് കേട്ടോ. ജസ്റ്റ് വ്യൂ കൊണ്ടപ്പോ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി വന്നത്. ഇവിടെ ഭയങ്കരമായ ചില്ലിങ് ഇത്ര കൂടിയോ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നോണ്ട് ഞാനും ആമിയും വേഗം തന്നെ വണ്ടി കയറിയിരുന്നേ. എങ്ങനെയുണ്ട് ആമി? സൂപ്പാണ്. തണുത്ത് ഭയങ്കരമായിട്ട് വരച്ചല്ലേ. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ യാത്രയായി. ഒരു ദിവസം ഫ്രീ കിട്ടുമ്പോൾ ഇതുപോലൊരു കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ലവ്ഡ് വൺസും കൂടെ ഉണ്ടെങ്കിലോ ആ സന്തോഷം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ട്രാവലൊക്കെ ചെയ്ത് എപ്പോഴും നമ്മുടെ മനസ്സിനെ നല്ല ഫ്രഷ് ആക്കി വെക്കണം കേട്ടോ. അത് നമ്മുടെ ലൈഫിനെ ഒരുപാട് കളർഫുൾ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ ഹാപ്പി ആയിരിക്കുന്ന കുറച്ചധികം മൊമെന്റ്സുകളാണ്. നേരെ നന്നായി വെളുത്തപ്പോഴേക്കും ഒരു കടയിൽ കയറി നല്ല ചൂടപ്പവും കടലക്കറിയൊക്കെ കഴിച്ച് വയറങ്ങ് ഫില്ലാക്കി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സൂര്യൻ നന്നായി ഉദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഈ പാറയിലൊക്കെ സൂര്യൻ്റെ ഷെയ്ഡ് വന്നടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. വലിയ വലിയ സ്ഥലങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോയില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന, നമ്മുടെ അടുത്തുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരുപാട് സ്പോട്ടുകൾ നമുക്ക് ഇന്നുണ്ടല്ലേ. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഓരോ ദിവസവും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എനിക്കും ചേട്ടനും ഒരേപോലെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള യാത്രകളൊക്കെ നമുക്ക് എന്നും മനസ്സിൽ മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളാണല്ലേ. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറയുന്നത്. ഹായ് ഗായ്സ്, അപ്പൊ നമ്മളത് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ. ഏത് സ്ഥലമാണെന്ന് ഞാൻ അതിന്റെ മുകളിൽ പോയിട്ട് പറയാട്ടോ എവിടെയാണെന്നുള്ളത്. ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. പിന്നെന്താ നല്ലൊരു ഇതാണ്, ഒരു നല്ലൊരു ഇളം വെയിലുണ്ട്. അതുപോലെ തന്നെ കാറ്റുണ്ട്, തണുപ്പുണ്ട്. സൂപ്പർ സ്ഥലമാണ്. സൂര്യൻ വരുന്നേ ഉള്ളു കേട്ടോ. സൂര്യൻ വന്നു തുടങ്ങുന്നേ ഉള്ളു. സമയം 7:53 മണി പറയും. സരീഷേട എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പർ സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. സൂപ്പർ സ്ഥലം, അവർക്ക് ഭയങ്കര ഷൈ ആണ്. നമ്മളിപ്പോ ആദ്യം പോണത് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കാണല്ലേ. നമുക്കൊന്ന് ഫ്രഷ് ആവാറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്തൊരു എക്സ്പ്ലോറേഷനിലേക്ക് കിടക്കണം. അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഫുള്ള് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കണമായിരുന്നു കേട്ടോ. ചെറിയ രീതിയിൽ കോടയും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ പോകുമായിരുന്നേ. ഞങ്ങളുടെ സ്പോട്ടിലേക്ക് പോകുന്ന വഴി ഒരു പൂള് പോലത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ ആദ്യം പോയത്. അങ്ങോട്ട് പോകുന്ന വഴിയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ചെടികളും ഫാഷൻ ഫ്രൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ വഴി നേരെ ചെല്ലണത് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പൂളിലേക്കാണ് കേട്ടോ. അങ്ങ് എത്തിയപ്പോഴാണെങ്കിൽ ആമിക്ക് വെള്ളം കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നേ. അവളാണെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയായി മാറിക്കഴിഞ്ഞപ്പോഴേക്കും വെള്ളത്തിലേക്ക് കിടന്നും ഇരുന്നും ഒക്കെ അർമാദിക്കണമായിരുന്നു കേട്ടോ. ഇത് അവിടെ നിന്ന് പറിച്ച ഫാഷൻ ഫ്രൂട്ടാണ്. നല്ലൊരു ഓറഞ്ച് കളറായിരുന്നു കേട്ടോ ഇതിന്. ഗൈസ് സൂപ്പർ സാധനം കേട്ടോ. നല്ല 3ാമത്തെ പ്രാവശ്യം ഇപ്പം എടുക്കണേ. നല്ല പുളിയുണ്ട്. വെള്ളം കണ്ട സന്തോഷിച്ച് ഞങ്ങൾ എല്ലാവരും വെള്ളത്തിൽ കളിച്ചു കേട്ടോ. ആമിക്കാണെങ്കിൽ ഫുള്ള് വെള്ളത്തിൽ തന്നെയായിരുന്നു. അവൾ അവിടെ നിന്ന് എഴുന്നേക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവിടെ അവൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൂടി റൂമിലേക്കാണ് കേട്ടോ നേരെ പോകുന്നത്. ഹായ്, ഞങ്ങൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി നമ്മൾ വെള്ളത്തിലൊക്കെ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളത്തിലല്ലെങ്കിൽ തന്നെ എല്ലാവരും കുളിക്കണത്. കുളിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. പൂളില്ല അങ്ങനെ പറയൂ. അപ്പം നമ്മ നേരത്തെ കണ്ട സ്ഥലമില്ലേ, അവിടെയൊക്കെ കുളിച്ച് റെഡിയായി ഞങ്ങളിപ്പോൾ ഇനി പോറയാണ് കേട്ടോ. ചെറിയൊരു കുന്ന് കയറാനുണ്ട്. ആ കുന്ന് കയറിയിട്ട് പറയാം ഏതാണ് സ്ഥലം എന്നുള്ള കേട്ടോ.
അപ്പോൾ ഞങ്ങൾ എവിടെയാ പോകുന്നതെന്ന് പറയാട്ടോ. ഏറ്റവും മേലെ ചെന്നിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. വീണ്ടും ഒരു തേയിലത്തോട്ടത്തിലൂടെ ആണ് കേട്ടോ, ഒരു കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവരെന്തൊക്കെയോ നോക്കി പതുക്കെയാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങോട്ട് വേഗം നടന്ന് കയറിയതാണേ. എല്ലാവരും ബാക്കി വരണ്ട, കുറച്ച് ടാസ്ക് ആണല്ലോ ഇത്തിരി. അതെ, കുറച്ച് ടാസ്ക് ഉണ്ടെങ്കിൽ കയറണേ. പക്ഷെ ആ വ്യൂ ആലോചിക്കുമ്പോ ഓ സൂപ്പർ. അത് തന്നെ. ഇതിലെ 2 വഴിയുണ്ട് ഗൈസ്. ഇതിലെ പോണോ ഇതിലെ പോണോ? ഇതിൽ കൂടെ പോവാം. നല്ല ബെസ്റ്റ് വഴിയാണ് കേട്ടോ തിരഞ്ഞെടുത്തത്. ഇവിടെ ചെന്നപ്പോഴേക്കും ഇവിടെ കുറച്ച് ഗാർഡൊക്കെ ഞങ്ങളെ പിടിച്ച് നിർത്തിയിട്ടോ. കാരണം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഞങ്ങൾ വേറൊരു വഴിയാണ് വന്നത്. ആക്ച്വലി നമുക്ക് അപ്പുറത്തെ ഒരു വഴി കൂടി അവിടെ നിന്നായിരുന്നു നമ്മുടെ ഒറിജിനൽ സ്പോട്ട്. അവിടെയായിരുന്നു നമ്മൾ പോരുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ റൂം സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് എളുപ്പം വഴി വേഗം കയറി വന്നതായിരുന്നു. പക്ഷെ അവിടെ നമ്മുടെ ഗാർഡ് നമ്മളെ പൊക്കി നമ്മളോട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഗാർഡിൻ്റെ കൂടെ അപ്പുറത്തെ കുന്നിലേക്ക് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരുപാട് പിള്ളേർ അവിടെ വഴി വെട്ടി തെളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ രാജഗിരി കോളേജിലെ പിള്ളേരാണെന്നാണ് പറഞ്ഞത് കേട്ടോ അവർ. അതെ, ടിക്കറ്റ് എടുക്കാൻ കൂടെ കയറാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നേക്കണേ. അങ്ങനെ ഒരാൾക്ക് 25 രൂപ വെച്ച് ഞങ്ങൾ 6 പേരുടെ ടിക്കറ്റ് എടുത്തു കേട്ടോ. ഗായ്സ്, അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് കാൽവരി മൗണ്ടിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്ര നേരം ഞാൻ എക്സൈറ്റ്മെന്റിൽ കൊണ്ടുവന്നത് ഇതിനാണ്. ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല ഒരു അടിപൊളി വ്യൂ ഉള്ള ഒരു സൂപ്പർ സ്ഥലത്തേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. പോകുന്ന വഴിക്ക് കണ്ട ഈ ചെടികളൊക്കെ ഇങ്ങനെ പല രീതിയിൽ പല ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഓരോരോ ചെടികൾ കാണാൻ വേണ്ടിയിട്ട്. ഗായ്സ്, ഇതാണ് കേട്ടോ നമ്മുടെ കാൽവരി മൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെയാണ് കേട്ടോ കാൽവരി മൗണ്ടിന്റെ ഭംഗിയിരിക്കുന്നത്. നീല ജലാശയം ഉണ്ട് താഴെ, അതുപോലെ കുന്നുകളും കാടുകളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അവിടെ നിന്ന് കുറേ നേരം വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ആൾക്കാർ അവിടെ വെയിറ്റിംഗ് അല്ലേ, നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പം നമ്മൾ അവരുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. കുറേ നടക്കാനുണ്ട് ഗായ്സ്. 2 പേരും ക്ഷീണിച്ചിട്ടാ ഗായ്സ്, തളർന്നു പോയി ഗായ്സ്. ഒരുമാതിരി നടത്തോണ്ടാണ് നടന്നത്. എനിക്കാണെങ്കിൽ വയ്യട്ട. നാളെ മുമ്പില്ല നല്ല പനി പിടിക്കുന്ന ഉറപ്പാണ്. കാരണം ഞാൻ വെള്ളത്തിലും കൂടി കളിച്ചേ. ഇവക്ക് നാളെ പരീക്ഷയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നാളെ പരീക്ഷയുള്ള ആളാണ് ഈ ഇരിക്കണത്. ടെൻഷനൊന്നുമില്ല, കാരണം പഠിച്ചാണല്ല. എന്താ പഠിച്ച? സോഷ്യൽ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നാ? വേണോ അത്? അപ്പൊ പഠിച്ചിട്ടില്ലെന്നർത്ഥം. ആമിന്റെ ടീച്ചേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സോഷ്യലിന് ഇവക്ക് മാർക്ക് കുറഞ്ഞാൽ നല്ല കൊടുത്തോ. കാരണം ഇവള് ഈ കറങ്ങി നടപ്പാണ്. നാളെ എന്ത് പരീക്ഷയാണെന്ന് പറഞ്ഞാൽ സോഷ്യൽ പരീക്ഷ. നാളെ സോഷ്യൽ പരീക്ഷയായിട്ട് ഇന്ന് കാൽവരി മൗണ്ട് മുഴുവൻ തെണ്ട് നടക്കുന്ന ആളാണ് കേട്ടോ ഇവള്. അപ്പൊ ഇവക്ക് മാർക്ക് കുറവാണെങ്കിൽ ഒന്ന് ശരിക്കും ഒന്ന് കുടഞ്ഞോട്ടോ. ടീച്ചർമാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ വാക്കൊന്ന് കേക്കണേ. ഇത് എന്റെ ഒരു പ്രിയപ്പെട്ട ഒരു ചേച്ചിയാണ്. അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ ആൾക്കാർ. ആ മലയുടെ മുകളിലാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആ മല എന്തോരം ഉണ്ട്. അല്ലെങ്കിൽ അത് നമ്മ എത്രയും കയറണമെന്ന് ഞാൻ കാണിച്ചു തരാം. എത്രയും കയറണമെന്നും ഇനി എന്തോരം ഉണ്ടെന്നും കൂടി കാണിച്ചു തരാം. ആ കാണുന്ന മല കണ്ട, അതാണ് കേട്ടോ എനിക്ക് കയറാനുള്ളത്. നമുക്ക് അതാണ് കേട്ടോ കാശ് നമ്മ എനിക്ക് കയറാൻ പോണം. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നല്ല അടിപൊളി വ്യൂ. ആ ഇടുക്കി ഡാമിന്റെ വ്യൂ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആ കുറച്ച് ഭാഗം മാത്രം മറ്റേ എന്താണ് മഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റില്ല കേട്ടോ. ബാക്കി എല്ലാ സ്ഥലവും അടിപൊളിയായിട്ട് കണ്ട് നല്ലൊരു രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടി. അപ്പോൾ ഇത് റോങ് വഴി കൂടി കയറിയിട്ട് ഇവിടെ കുറച്ച് പേര് വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ടിക്കറ്റുമായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. ഗൈസ്, നല്ല രസമുണ്ട് കാണാനും കേൾക്കാനൊക്കെ. പക്ഷേ അവിടെ വരെ നടന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും ഇല്ലേ അയ്യോ പിന്നെ ക്ഷീണിച്ചിരുന്നത് ഗൈസ്. അത്രമാത്രം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടക്ക് നമുക്ക് ചെറിയ പ്രാങ്ക് കിട്ടി. പ്രാങ്ക് കിട്ടിയത് എടുത്തില്ലല്ലേ? പക്ഷെ മിനറൽ വാട്ടറിന് ഇത്രയും ടേസ്റ്റോ? അതെ, എന്നാലോചിച്ച് പോകുന്ന ഒരു സമയമാണ് കേട്ടോ ഇത്. കാരണം അത്രമാത്രം ഞങ്ങളിപ്പോ നടന്നിട്ടുണ്ട്. ഇനി ആ മല കയറാന്ന് എനിക്ക് പറ്റത്തൊന്നുമില്ല കേട്ടോ. ഞാൻ വരത്തില്ല. പിന്നെ ഇനി ആ മലയെ കുറിച്ച് വ്ലോഗർ വഴക്കിട്ടിരിക്കുന്നു. പണിയില്ല ഈ നട്ടറ വെയിലത്ത്. അതിനു മുമ്പ് ഇവിടെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം. ചിരി എന്ന് പറഞ്ഞാൽ അതാണ്. പറഞ്ഞോ, എന്തെങ്കിലും പറയൂ. ഒന്നും പറയാനില്ല. ഇവിടെ വന്നുള്ള അനുഭവം പറയൂ ഗൈസ്. സൂപ്പറാണ്, അടിപൊളി. എന്താ പറയാ. ഇനി അതേ വ്യൂ തന്നെ കാണാൻ വേണ്ടി വേറൊരു സ്ഥലം വഴി ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പൊ അവിടെ പോയിട്ടുള്ള വ്യൂയും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. എന്താണ് ഇത് കാണണം എന്റെ ദൈവം.
ദൈവമേ. ഇതാണ് കേട്ടോ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ എന്ന് പറയണത്. നല്ല വ്യൂ ആണ്, പക്ഷെ നടക്കണ കാര്യം ആലോചിക്കുമ്പോഴുള്ളൊരു ഇത്. പിന്നെ വെയിലായോണ്ടാണ് വെളുപ്പിനെയൊക്കെ ഒന്നാ സൂപ്പർ ആയിരിക്കും ആയിരിക്കും. ഈ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ വ്യൂ എല്ലാം കണ്ട് അടിച്ച് പൊളിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിത് ഇറങ്ങണേണ് കേട്ടോ. അപ്പോൾ ഈ വ്യൂവും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഒന്ന് ജസ്റ്റ് ഇറങ്ങാൻ വേണ്ടി പോകണേട്ട്. ഇവിടെ നന്നായിട്ട് വെയിൽ വന്ന് നിൽക്കണേണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിക്കണേ. ടാമി എങ്ങനെ ഉണ്ടായിരുന്നു? പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്തായാലും വരാത്തവരെന്തായാലും വന്ന് ട്രൈ ചെയ്യണേ. ഒന്നൊരു തവണയെങ്കിലും കണ്ടോക്കണ്ട വ്യൂ ആണ്. അതെ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ കുട്ടി കുട്ടി ട്രാവൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഗായ്സ്.